അമ്മ ഇതാ രാത്രിത്തേക്കുള്ള കൂണുകറി വെക്കണം. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ വിശന്നിട്ട് പോയി എന്തെങ്കിലും ഉണ്ടാക്കി തരും. രാവിലത്തെ ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പൊ ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കാം. പുഴത്തെ വിശപ്പിന് പറഞ്ഞിട്ട് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ പോവാണ് ആദ്യം. അമ്മ ആ സൈഡിൽ കൂടെ അടിച്ചു വരുന്നുണ്ട്. അച്ഛനും ഏട്ടനും കൂടി അമ്മേന്റെ പുറകെ വാല് പോലെ നടന്നിട്ട് അമ്മേനെ വെറുപ്പിച്ചോണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഏട്ടന്റെ വായിക്ക് അമ്മ ചൂട് വെച്ചേനെ. ജസ്റ്റ് മിസ്. അല്ല, നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വന്നതല്ലേ. ഞാനിവിടെ 3 ഉള്ളി 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിന്റെ തോലുണ്ടാവുമ്പോൾ ഒരുമാതിരി അല്ലേ, തോലുള്ളത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തോല് ആദ്യം കരിയിച്ച് കളയും. തോല് കളയാനുള്ള ഒരു ട്രിക്കാണ് ഇത്. എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു തരാം. സ്റ്റവ് ഓണാക്കിയിട്ട് പപ്പടക്കോലിൽ അല്ലെങ്കിൽ ഫോർക്കിലോ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ എന്താ പറയുക, തോല് ഫുള്ള് കരിഞ്ഞതാ ഇതുപോലെ ആയിക്കിട്ടും. അപ്പൊ തോല് ഇങ്ങനെ പറിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിനിടയ്ക്ക് ഇതാ ഉണ്ണിയേട്ടന് വരുന്ന വഴിക്ക് ഇതാ ഇവിടുന്നോ കിട്ടിയ ഒരു കൂണ്. തക്കാളി ഇതാ ഇതുപോലെ ആയിക്കിട്ടോ. പിന്നെ തോലങ്ങ് പറിച്ച് കളഞ്ഞിട്ട് വെക്കുക. ഉള്ളി ഇതാ ഇങ്ങനെ വലിയ വലിയ പീസാക്കി, പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് അവിടെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. സ്റ്റവിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ചെടുത്തിട്ട് കടുക് അങ്ങ് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കും. എരിവ് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാട്ടോ. ഞാൻ ഇവിടെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതങ്ങ് വാടി വരുമ്പോൾ ഒരു മിക്സിന്റെ ജാറിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ചമ്മന്തി അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏട്ടൻ കഴിപ്പും തുടങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ. പുതുതായി നമ്മളെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.